വെൽക്കം ബാക്ക് ടു OB EduTips. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയ് 2021 കാറ്റഗറി 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ചോദ്യം നമ്പർ 1. താഴെ പറയുന്ന ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായ പ്രതികരണം ഉണ്ടാവുന്നത്? എ ചൈൽഡ് ലേൺസ് ദി ആക്യുറേറ്റ് റെസ്പോൺസ് വെൻ ദേ ആർ reinforced within. ഓപ്ഷൻ എ ശിക്ഷാ നടപടി, ഓപ്ഷൻ ബി പ്രശംസ, ഓപ്ഷൻ സി പ്രതിഫലം നൽകുമ്പോൾ, ഓപ്ഷൻ ഡി താക്കീത്. ഓപ്ഷൻ എ പണിഷ്മെന്റ്, ഓപ്ഷൻ ബി പ്രൈസ്, ഓപ്ഷൻ സി റിവാർഡ്സ്, ഓപ്ഷൻ ഡി റീപ്രൂഫ്. ആൻസർ ഓപ്ഷൻ സി റിവാർഡ്സ് അഥവാ പ്രതിഫലം നൽകുമ്പോൾ. രേഖ വൃത്തിക്കും അടുക്കും ചിട്ടയ്ക്കും അമിത പ്രാധാന്യം നൽകുന്ന ആളാണ്. ഏത് സൈക്കോസെക്ച്വൽ ഘട്ടത്തിലാണ് രേഖയ്ക്ക് ഫിക്സേഷൻ ഉണ്ടായിട്ടുള്ളത്? രേഖ ഈസ് എ obsessed with clean lines and control. Which stages of psychosexual development Rekha become fixated in? Answer A anal stage, B oral stage, C latency stage, D phallic stage. Answer A anal stage. Next ചോദ്യം. എല്ലാവരെയും സ്നേഹിക്കുന്നവനും സഹായ മനസ്ഥിതി ഉള്ളവനുമാണ് ദിലീപ്. ദിലീപിന് ഏതിനാകും കൂടുതൽ മാർക്ക് ലഭിക്കുക? ദിലീപ് ഈസ് ഫ്രണ്ട്ലി, ആൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതർ ആൻഡ് കമ്പാഷനേറ്റ്. വി വുഡ് എക്സ്പെക്ട് ദിലീപ് ടു സ്കോർ ഹൈ. ഓപ്ഷൻ എ എക്സ്ട്രാവേർഷൻ, ഓപ്ഷൻ ബി പൊരുത്തപ്പെട്ടു പോകുന്നതിന് അഗ്രീബിൾനെസ്, ഓപ്ഷൻ സി ന്യൂറോട്ടിസിസം, ഓപ്ഷൻ ഡി പുതിയ അനുഭവങ്ങളെ തുറന്ന് സമീപിക്കുന്ന ഓപ്പണിംഗ് ടു എക്സ്പീരിയൻസസ്. ആൻസർ ബി പൊരുത്തപ്പെട്ടു പോകുന്നത് അഗ്രീബിൾനെസ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം. പ്രസവ സമയത്തോ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിവൈകല്യത്തെ ഇങ്ങനെ വിളിക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് potential cause of intellectual disability when there is a significant period without oxygen during or immediately after delivery? Option A anoxia, option B pneumonia, option C autism, option D sleep apnea. Answer A anoxia. അടുത്ത ചോദ്യം. കോൾബർഗിൻ്റെ സിദ്ധാന്തം പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? വിച്ച് ഈസ് ദ മേജർ ക്രിറ്റിസിസം ഓഫ് കോൾബർഗ്സ് തിയറി? ആൻസർ കോൾബർഗ് കൃത്യമായി തൻ്റെ ധാർമ്മിക സിദ്ധാന്തത്തിൻ്റെ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കോൾബർഗ് ഡിഡ് നോട്ട് ഗീവ് ക്ലിയർ കട്ട് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ബി കോൾബർഗിൻ്റെ സിദ്ധാന്തം ശാസ്ത്രീയമായി നീതിയുക്തമല്ല. കോൾബർഗ്സ് തിയറി ഹാസ് നോ ഇംപീരിക്കൽ ബയാസ്. ഓപ്ഷൻ സി ധാർമ്മിക ന്യായവാദം വ്യക്തിയുടെ വികാസഘട്ടത്തിലുണ്ടെന്ന് കോൾബർഗ് സമർത്ഥിക്കുന്നു. കോൾബർഗ് പ്രൊപ്പോസ് മോറൽ റീസണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്സ്. ഓപ്ഷൻ ഡി ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചിട്ടില്ല. കോൾബർഗ് ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ മോറൽ റീസണിംഗ് ഓഫ് മെൻ ആൻഡ് വുമൺ. ഓപ്ഷൻ ഡി. ആൻസർ ഡി ആണ്. ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല. കോൾബർഗ് ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ മോറൽ റീസണിംഗ് ഓഫ് മെൻ ആൻഡ് വുമൺ എന്നതാണ്. അടുത്ത ചോദ്യം. വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പഠന രീതികൾക്കനുസൃതമായി അധ്യാപിക വിവിധ ചുമതലകൾ ഉപയോഗപ്പെടുത്തുന്നു. ഈ അധ്യാപികയെ സ്വാധീനിച്ചിരിക്കാവുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി സോഷ്യോ കൾച്ചറൽ സിദ്ധാന്തം, ഓപ്ഷൻ സി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സിദ്ധാന്തം, ഓപ്ഷൻ ഡി മോറൽ ഡെവലപ്മെൻറ്റ് സിദ്ധാന്തം. ആൻസർ എ ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അടുത്ത ചോദ്യം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഘട്ടങ്ങൾ ക്രമപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ചിൽഡ്രൻ പാസ് ത്രൂ 4 stages of psychosexual development. ഓപ്ഷൻ എ ഓറൽ ആനൽ ഫാലിക് ലാറ്റൻസി, ഓപ്ഷൻ ബി ലാറ്റൻസി ഓറൽ അനൽ ഫാലിക്, ഓപ്ഷൻ സി ഫാലിക് ഓറൽ അനൽ ലാറ്റൻസി, ഓപ്ഷൻ ഡി ഓറൽ ഫാലിക് ലാറ്റൻസി അനൽ. ആൻസർ എ ഓറൽ അനൽ ഫാലിക് ലാറ്റൻസി. അടുത്ത ചോദ്യം. ഗുണങ്ങളെ മൂന്ന് തലങ്ങളായി സംയോജിപ്പിക്കാം എന്ന് ആൾപോർട്ട് പറഞ്ഞത് താഴെ പറയുന്ന ഏതു ക്രമത്തിലാണ്? ആൾപോർട്ട്സ് ബിലീവ്ഡ് ദാറ്റ് റൈറ്റ്സ് കുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ടു 3 levels.
ഓപ്ഷൻ എ പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി. ഓപ്ഷൻ ബി കോഗ്നിറ്റീവ് ഇമോഷണൽ സൈക്കോളജിക്കൽ. ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി. ആൻസർ ഓപ്ഷൻ ഡി കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി. നെക്സ്റ്റ് ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടി താഴെ പറയുന്ന വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാകും? According to Piaget, a child between 2 to 7 years is undergoing which stage of cognitive development? Option A formal operational. Option B concrete operational. Option C sensory motor. Option D pre-operational. Answer D pre-operational. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ ടേം ക്രിയേറ്റഡ് ബൈ. ഓപ്ഷൻ എ വെഷ്ലർ. ഓപ്ഷൻ ബി പീറ്റർ സലോവേ ആൻഡ് ജോൺ മേയർ. ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ ഡി ഫിലിപ്സ് സിബാർഡോ. ആൻസർ ബി പീറ്റർ സാൽവേയും ജോൺ മേയറും. അടുത്ത ചോദ്യം, വൈഗോസ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്ഷൻ ബി റെസിപ്രോക്കൽ ടീച്ചിങ്. ഓപ്ഷൻ സി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ഡി ഇൻസൈറ്റ് ലേണിംഗ്. ആൻസർ ബി റെസിപ്രോക്കൽ ടീച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനുഭവം കൊണ്ടുണ്ടാക്കുന്ന പ്രസക്തമായ പെരുമാറ്റ രീതി മാറ്റത്തെ ഇങ്ങനെ വിളിക്കുന്നു? ഓപ്ഷൻ എ മാറ്റുറേഷൻ അഥവാ പരിപക്വനം. ഓപ്ഷൻ ബി മോട്ടിവേഷൻ അഥവാ പ്രചോദനം. ഓപ്ഷൻ സി എക്സ്പീരിയൻസസ് അഥവാ പരിജ്ഞാനം. ഓപ്ഷൻ ഡി ലേണിംഗ് അഥവാ പഠനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റൊരാളുടെ പെരുമാറ്റവും അതിൻ്റെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസമുണ്ടാക്കി അതിനെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നതിനെ ഇങ്ങനെ വിളിക്കുന്നു? ഓപ്ഷൻ എ സാമൂഹ്യ പഠന തത്വം. ഓപ്ഷൻ ബി ബദലായ ദൃഢീകരണം. ഓപ്ഷൻ സി മാതൃകയാക്കുക. ഓപ്ഷൻ ഡി ബദലായ ശിക്ഷാരീതി. Where the childhood of carrying out of a behavior is increased by simply created the behavior and its consequences having reinforced by someone else. This is known as option A social learning theory. Option B vicarious reinforcement. Option C modeling. Option D vicarious punishment. Answer B വിക്കേരിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ ബദലായ ദൃഢീകരണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം, പരീക്ഷകളെ ഓർത്തു വിഷമിച്ച് ഒരുവൻ പഠനം ആരംഭിക്കുന്നു. ഇത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ഉദാഹരണമാണ്? വൺ ഗെറ്റ്സ് വറീഡ് അബൌട്ട് ഹിസ് എക്സാംസ് ആൻഡ് സ്റ്റാർട്ടഡ് ടു സ്റ്റഡി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ലേണിംഗ്. ഓപ്ഷൻ ബി മോട്ടിവേഷൻ. ഓപ്ഷൻ സി മാറ്റുറേഷൻ. ഓപ്ഷൻ ഡി എക്സ്പ്ലനേഷൻ. ആൻസർ ഓപ്ഷൻ ബി മോട്ടിവേഷൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വ്യക്തിപരമായ ബോധനത്തിൻ്റെ ഉദാഹരണം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ? ഓപ്ഷൻ എ ക്ലാസിൻ്റെ പകുതിയെയും ഗൃഹപാഠം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുക. എക്സെപ്റ്റിംഗ് ഹാഫ് ദ ക്ലാസ് ഫ്രം എ ഹോംവർക്ക്. പെൺകുട്ടികളെ പോസ്റ്റർ ഉണ്ടാക്കാനും ആൺകുട്ടികളെ പ്രബന്ധം എഴുതാനും നിർദ്ദേശിക്കുക. ആസ്കിംഗ് ആൾ ദി ഗേൾസ് ടു മേക്ക് പോസ്റ്റർ ആൻഡ് ബോയ് ടു റൈറ്റ് ആൻ എസ്സേ. വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. അസൈനിങ് ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് ടു റീഡ് സർട്ടൻ ചാപ്റ്റർ ഫ്രം എ ബുക്ക്. ഓപ്ഷൻ ഡി ഒരു പാഠത്തിൻ്റെ ആശയം കവിത കൊണ്ടോ പ്രബന്ധം കൊണ്ടോ കാർട്ടൂൺ കൊണ്ടോ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുക. അലോവിങ് സ്റ്റുഡൻസ് ടു സമ്മറൈസ് എ ചാപ്റ്റർ വിത്ത് എ പോയം, എസ്സേ ഓ കാർട്ടൂൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു പാഠത്തിൻ്റെ ആശയം കവിത കൊണ്ടോ പ്രബന്ധം കൊണ്ടോ കാർട്ടൂൺ കൊണ്ടോ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുക എന്നതാകുന്നു. അടുത്ത ചോദ്യം, താൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു. ആൾഡറിൻ്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന ഏത് പ്രശ്നമാണ് ഉള്ളത്? ഓപ്ഷൻ എ കുറഞ്ഞ കാര്യനിർവഹണശേഷി. ഓപ്ഷൻ ബി ആൾഡേറിയൻ കോംപ്ലക്സ്. ഓപ്ഷൻ സി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഓപ്ഷൻ ഡി കുറഞ്ഞ ആത്മസാക്ഷാത്കാരം. രാജു ഈസ് തിങ്കിങ് ദാറ്റ് ഹി ഈസ് നോട്ട് ലിവിങ് അപ് ടു എക്സ്പെക്ഷൻ. ദിസ് വുഡ് ബി ഡിസ്ക്രൈബ്ഡ് ബൈ ആഡ്ലർ as ഓപ്ഷൻ എ ലോ self-realization. Option B an Aldrin complex. Option C inferiority complex. Option D low actualization. Answer C inferiority complex. അടുത്ത ചോദ്യം, പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അളക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? എ തൊഴിൽ അഭിരുചി. ബി ഭൗതിക പ്രാപ്തി. സി അബോധ പ്രക്രിയ. ഡി രക്ഷാകർത്തൃ രീതി. എ കരിയർ ആപ്റ്റിറ്റ്യൂഡ്. ബി ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻറ്റ്. സി
unconscious processes. D. parenting style. Answer C. unconscious process. എന്നിട്ട് ഹ്യൂമാനിസ്റ്റിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? Which of the following statements about humanistic theory is false? They do not provide insight to evil side of human behavior. Next, B. വ്യക്തിപരമായതിനാൽ തന്നെ നീതിയുക്തമല്ലാത്തത്. ബൈസ് ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വലിസ്റ്റിക് വാല്യൂ. ഓപ്ഷൻ സി. മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ പഠനം. ദേ ആർ ബേസ്ഡ് ഓൺ സ്റ്റഡീസ് ഓഫ് ദി പീപ്പിൾ വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡർ. ഓപ്ഷൻ ഡി. ഇവയെ ശാസ്ത്രീയമായി പരിശോധിക്കുവാൻ പ്രയാസമാണ്. ദേ ആർ ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ് ഇമ്പീരിക്കലി. ആൻസർ സി ആണ് ശരിയായ ഉത്തരം. മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ പഠനം. ദേ ആർ ബേസ്ഡ് ഓൺ സ്റ്റഡീസ് ഓഫ് പീപ്പിൾ വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അടുത്ത ചോദ്യം, മനഃശാസ്ത്രത്തിലെ രണ്ടാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. ദ സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ സൈക്കോ അനാലിസിസ്. ഓപ്ഷൻ ബി ഹ്യൂമനിസം. ഓപ്ഷൻ സി ലേണിംഗ്. ഓപ്ഷൻ ഡി ഡിസ്ചാർജ്. ആൻസർ ബി ഹ്യൂമനിസം. അടുത്ത ചോദ്യം, MMPI അളക്കുന്നത് ഇതാണ്. എ 5 വലിയ ഗുണങ്ങൾ, ദ ബിഗ് 5 ട്രൈറ്റ്സ്. ഓപ്ഷൻ ബി മനോരോഗങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളും. ഓപ്ഷൻ സി നേതൃപാഠവും. ഓപ്ഷൻ ഡി അബോധചോദനങ്ങൾ. ദ MMPI യൂസ്ഡ് ടു മെഷർ ദ ബിഗ് ദ ബിഗ് 5 ട്രൈറ്റ്സ്. ബി പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ. സി ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ. സി അൺകോൺഷ്യസ് ഡ്രൈവ്സ്. ആൻസർ എ ദ ബിഗ് 5 ട്രൈറ്റ്സ്. അടുത്ത ചോദ്യം നമ്പർ 21. താഴെ പറയുന്നതിൽ ഏതാണ് പ്രതിരോധ തന്ത്രമല്ലാത്തത്? ഓപ്ഷൻ എ അനുസന്ധാനം അഥവാ പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി പിൻവാങ്ങൽ. ഓപ്ഷൻ സി ഇഷ്ടസമ്പാദനം. ഓപ്ഷൻ ഡി മഹത്വീകരണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം? പ്രൊജക്ഷൻ. എ. ബി റിഗ്രഷൻ. സി ഇൻഗ്രറ്റിയേഷൻ. ഡി സപ്ലിമേഷൻ. ആൻസർ സി ഇഷ്ടസമ്പാദനം, ഇൻഗ്രാറ്റിയേഷൻ. അടുത്ത ചോദ്യം, വാതിൽ പൂട്ടുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഉദാഹരണമാണ്? വാജ്യ ശൃംഖല, മനാവ് ശൃംഖല, ചലന ശൃംഖല, മനോചലന ശൃംഖല. ലോക്കിംഗ് എ ഡോർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ വെർബൽ ചെയിനിങ്, സൈക്കോ ചെയിനിങ്, മോഷൻ ചെയിനിങ്, സൈക്കോമോട്ടർ ചെയിനിങ്. ആൻസർ സി മോഷൻ ചെയിനിങ് അഥവാ ചലന ശൃംഖലയാണ്. അടുത്ത ചോദ്യം, പഠന വൈകല്യങ്ങൾ ഗണിത പഠന വൈകല്യത്തെ വിളിക്കുന്ന പേര്? ദ ലേണിംഗ് ഡിസബിലിറ്റി. ദ നെയിം ഓഫ് ദി മാത്തമാറ്റിക്കൽ ഡിസോർഡർ ഈസ് ഡിസ്പ്രാക്സിയ. ബി ഡിസ്റ്റോസിയ. സി ഡിസ്കാൽക്കുലിയ. ഡി ഡിസ്ഗ്രാഫിയ. ആൻസർ ഡിസ്കാൽക്കുലിയ. സി ഡിസ്കാൽക്കുലിയ. അടുത്ത ചോദ്യം, താറാവിൻ്റെ കുഞ്ഞ് അതിൻ്റെ മാതാവിനെയും മറ്റും ചലിക്കുന്ന വസ്തുക്കളെയും പിന്തുടരുന്നത് ഇങ്ങനെ വിളിക്കുന്നു? A duckling is following its mother as well as other moving objects. This is an example of option A imprinting, B practice, C instinct, D motivation. Option A imprinting. കുട്ടികളുടെ ഭൗതിക വികാസത്തിൻ്റെ 4 ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയതാരാണ്? 4 distinct stages of children's intellectual developments are identified by A. Erikson, B. Kohlberg, C. Freud, D. Piaget. Answer D. Piaget. പെരുമാറ്റത്തിലെ ഈ മാറ്റത്തിനാണ് പഠനം എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ബിഹേവിയറൽ. ഓപ്ഷൻ എ പിൻവലിക്കൽ അഥവാ വിത്ഡ്രോവൽ. ഓപ്ഷൻ ബി തുടർച്ച അഥവാ കണ്ടിന്യൂഷൻ. സി പരിഷ്കരണം അഥവാ മോഡിഫിക്കേഷൻ. ഡി അണഞ്ഞുപോകൽ അഥവാ എക്സ്റ്റിങ്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മോഡിഫിക്കേഷൻ അഥവാ പരിഷ്കരണം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിയത്? വിച്ച് തിയറിസ്റ്റ് ഫോക്കസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സെൽഫ് കൺസെപ്റ്റ്സ് ഇൻ പേഴ്സണാലിറ്റി? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്. ബി ആൽഫ അഡ്ലർ. സി ബണ്ടുര. ഡി ഐസങ്. ഓപ്ഷൻ എ കാൾ റോജേഴ്സ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിൻ്റെ ഉദാഹരണം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? ഓപ്ഷൻ എ ബുദ്ധിവൈകല്യം അഥവാ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ.
ഓപ്ഷൻ സി ഓട്ടിസം, ഓപ്ഷൻ ഡി പെരുമാറ്റ വൈകല്യം അഥവാ കണ്ടക്ട് ഡിസോർഡർ, ആൻസർ ബി ഡിസ്ലെക്സിയ. ദൃഢീകരണത്തെക്കുറിച്ച് ആദ്യമായി ആശയമുണ്ടാക്കിയത് ഈ വ്യക്തിയാണ്. കൺസെപ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ എ കോഹ്ലർ, ബി ഫ്രോയിഡ്, സി ആൽബർട്ട് ബെൻഡുറ, ഡി ബി എഫ് സ്കിന്നർ. ആൻസർ ഡി ബി എഫ് സ്കിന്നർ. കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആരാണ്? ഹൂ ആർഗ്യൂഡ് ദ അഡോൾസൻസ് ഈസ് എ പീരീഡ് ഓഫ് എ സ്റ്റോം ആൻഡ് സ്ട്രെസ്. ഓപ്ഷൻ എ എറിക്സൺ, ഓപ്ഷൻ ബി സ്റ്റാൻലി ഹൾ, ഓപ്ഷൻ സി ഫ്രോയിഡ്, ഓപ്ഷൻ ഡി ബി എഫ് സ്കിന്നർ. ആൻസർ ബി സ്റ്റാൻലി ഹൾ ആണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സൈക്കോളജി ആണ്. ഇനി ഏതെങ്കിലും ക്ലാസ്സസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ സൈക്കോളജി ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഏത് തരത്തിലുള്ള ക്ലാസ്സാണോ നിങ്ങൾക്ക് ആവശ്യം അത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ അതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് സൈക്കോളജി അതുപോലെ മലയാളം അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് ക്ലാസ്സുകൾ ആവശ്യമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക. നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും.